ഹലോ വീവേഴ്സ്, നമുക്കിന്ന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന കാബേജ് എഗ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ, ഒരു കാബേജിൻ്റെ പകുതി, ചെറിയ കാബേജിൻ്റെ പകുതി ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവോള, വലിയൊരു സവോള ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അതിലേക്ക് ഒരു തക്കാളി, ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 2 മുട്ട അല്ലെങ്കിൽ 3 മുട്ടയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് അതിലേക്ക് 2 പച്ചമുളക് ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് ജീരകം. പിന്നെ അതിലേക്ക് പൊടികൾ ഒരു 1/4 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. പിന്നെ കുറച്ച് എണ്ണ വേണം. ഇത്ര സാധനമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ട് വെച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിൽ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇപ്പം സവോള ഒരുവിധം വഴന്ന് കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി. ഒന്ന് വഴറ്റട്ടെ. ഇനി നമുക്കിതിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ തക്കാളി ഒരുവിധം വഴന്ന് കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തീ സിമ്മിലാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്കിത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, അപ്പോൾ നമ്മുടെ കാബേജൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആക്കുക. കുറച്ച് എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് 2-3 മുട്ട വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഒരു 3 മുട്ടയൊക്കെ എടുത്താലും കുഴപ്പമില്ല. ഇത് നല്ല പോലെ ഒന്ന്
ഇളക്കി കൊടുക്കുക. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മുട്ട നല്ലപോലെ പൊരിച്ച് എടുത്തു. ഇനി നമുക്ക് ഈ ക്യാബേജും മുട്ടയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് എഗ് ഫ്രൈ റെഡിയായി. ഞാൻ ഉപ്പുണ്ടോ നോക്കി, ഉപ്പെല്ലാം ശരിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.